അതിന് സ്വലാത്തു ദുഹ എന്ന് പേര് വരാൻ കാരണം. ഇനി ഈ സ്വലാത്തു ദുഹയുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ചില ഹദീസുകൾ അങ്ങനെ ഒരു നിസ്കാരമില്ല എന്ന രൂപത്തിലാണ്. ചില ഹദീസുകൾ അത് സ്ഥിരപ്പെടുത്തിയിട്ടുള്ള ഹദീസുകളും വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ദുഹ നിസ്കാരം ദീനിൽ മഷ്റൂ ആക്കപ്പെട്ടതാണോ അഥവാ ദീനിൽ പഠിപ്പിക്കപ്പെട്ടതാണോ അതോ അല്ലയോ എന്നുള്ളത്. അതിൽ 4 അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാരിൽ നിന്ന് വന്നിട്ടുള്ളത്. ഒന്നാമത്തേത്, അങ്ങനെ ഒരു നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല, അങ്ങനൊരു നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടില്ല, അത് പഠിപ്പിച്ചിട്ടില്ല എന്നത്. അത് ദുഹാ നിസ്കാരത്തെ നഫി ചെയ്തിട്ടതില്ല എന്നറിയിക്കുന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതാണ്. രണ്ടാമത്തെ അഭിപ്രായം, അത് മഷ്റൂ ആണ്, ഷർഇൽ പഠിപ്പിച്ചിട്ടുള്ള ഷർഇൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു നിസ്കാരമാണ് ദുഹാ നിസ്കാരം. അത് നിസ്കാരത്തെ സ്ഥിരപ്പെടുത്തുന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ്. അതിനേക്കാൾ ഒരു പ്രാധാന്യം കൂടിയുണ്ട് ഈ കൂട്ടർക്ക്, അഥവാ അതുണ്ട് എന്ന് പറയുന്ന പണ്ഡിതന്മാർക്ക്. കാരണം ഹദീസിൽ ഒരു വിഷയത്തിൽ തന്നെ 2 ഹദീസ് ഒന്ന് വിചാരിക്കുക. അതിൽ ഒരു ഹദീസ് ആ കാര്യം ചെയ്തിട്ടില്ല എന്നും മറ്റേ ഹദീസ് ആ കാര്യം ചെയ്തു എന്നതുമാണ് വന്നിട്ടുണ്ട് എങ്കിൽ ഹദീസിൻ്റെ പണ്ഡിതന്മാരുടെ ഇടയിലുള്ള ഒരു നിയമമാണ് വൽ മുസ്ബിതു മുതഖദ്ദിം അലൻ നാഫി. സ്ഥിരപ്പെടുത്തിയിട്ടുള്ള കാര്യം നിരാകരിച്ചതിനേക്കാൾ പ്രാധാന്യം കൊടുക്കും. അതായത് ഒരേ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല എന്നൊരു റിവായത്ത് വന്നു, ചെയ്തു എന്നൊരു റിവായത്ത് വന്നു, ഏതിനാ മുൻഗണന കൊടുക്കുക? ചെയ്തു എന്നതിനാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാധാന്യമുണ്ട്. മൂന്നാമത്തെ അഭിപ്രായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹ നിസ്കരിക്കാറുണ്ടായിരുന്നു, പക്ഷേ അത് സ്ഥിരമായി ചെയ്യാറില്ല. ഇടയ്ക്ക് നിസ്കരിച്ചിട്ടുണ്ട്, അത് ഒഴിവാക്കിയിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായി ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന അഭിപ്രായവും, ഇടയ്ക്ക് നിസ്കരിക്കുകയും ഇടയ്ക്ക് ഒഴിവാക്കുകയും ചെയ്തിരുന്ന രീതിയിലായിരുന്നു ചെയ്തിരുന്നത് എന്നുള്ളത്. നാലാമത്തെ അഭിപ്രായം, അതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഈ കിതാബിൽ ഏറ്റവും തർജീഹ് ചെയ്തിട്ടുള്ള പ്രാധാന്യം, അതാണ് ശരിയായ അഭിപ്രായം എന്ന നിലക്ക് പറഞ്ഞിട്ടുള്ളത്. അത് നിരുപാധികം അങ്ങനൊരു നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല, നിരുപാധികം വെറുതെ നിസ്കരിക്കുക എന്നുള്ള രീതിയിൽ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ചില കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് നിർവഹിച്ചിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നിസ്കരിച്ചിരുന്നു എന്ന് വന്നിട്ടുള്ള റിവായത്തുകളെല്ലാം ചില പ്രത്യേക സന്ദർഭങ്ങളിലാണ്. ഒന്ന്, മക്കം ഫത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയത്ത്, ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹയുടെ റിവായത്തിൽ. അതല്ലാതെ യാത്ര കഴിഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും സഹാബികളുടെ വീട് സന്ദർശിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതായിട്ട്, അത് ഉത്ബാൻ ഇബ്നു മാലിക്, ഉമ്മു സുലൈം അതുപോലെയുള്ള സഹാബികളുടെ വീട് സന്ദർശിച്ച സമയത്തെല്ലാം അവിടെ വെച്ച് ദുഹാ നിസ്കരിച്ചതായിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടുള്ളത് എന്ന്. അതുപോലെ തന്നെ ഒരു കാരണമാണ്, ഒരാൾക്ക് രാത്രി നിസ്കരിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ അതിന് പകരം ദുഹാ നിസ്കരിക്കുക. കാരണം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഉ റക്അതൈ അദ്ദുഹാ, നീ ദുഹാ നിസ്കാരത്തിൻ്റെ 2 റക്അത്ത് അഥവാ 2 റക്അത്ത് ദുഹാ നിസ്കാരം നീ ഒഴിവാക്കരുത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതേ ഹദീസിൽ തന്നെ എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. ശരിക്കും വിത്തറിന് നല്ല സമയതാ അവസാനത്തിലാണ്. പക്ഷെ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിച്ച് ഉറങ്ങിയാൽ മതിയെന്ന് പ്രത്യേകം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോടും അബൂദർ റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ 2 സഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഹദീസ് പഠിക്കാൻ ഒപ്പം ഇരുന്നിരുന്ന സഹാബികളാണ്. അവർ രാത്രിയിൽ കൂടുതൽ ഹദീസ് എഴുതുകയും പഠിക്കുകയും അതിൻ്റെ കാര്യങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്യുന്ന സഹാബികളാണ്. അതുകൊണ്ട് അവർ ഉറങ്ങാൻ നേരം വഴുകും. അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുപ്പിനെ എഴുന്നേച്ച് രാവിലെ തഹജ്ജുദോ വിത്രോ നിസ്കരിക്കാൻ സമയം കിട്ടില്ല. അതുകൊണ്ട് രാത്രി തന്നെ നിസ്കരിക്കാൻ പറഞ്ഞതാണ് വിത്ർ. അപ്പോൾ രാത്രി നിസ്കാരം നിർവഹിക്കാത്തത് കൊണ്ട് ഈ 2 സഹാബികളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? ദുഹാ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ, യാത്ര കഴിഞ്ഞ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിജയം ഉണ്ടാവുകയോ അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളിലാണ് നിസ്കരിച്ചിരുന്നത് എന്നാണ്. ഈ 4 അഭിപ്രായങ്ങളാണ് ദുഹാ നിസ്കാരവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 4ാമത്തേതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ കൂടുതൽ ശരിയായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദുഹാ നിസ്കാരമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക. ഇനി കിതാബിൻ്റെ ഭാഗം വായിക്കുകയാണ്. روى البخاري في صحيحه عن عائشة رضي الله عنها قالت
ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, മാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി സുബ്ഹത ദുഹാ വ ഇന്നി ലഉസബ്ബിഹുഹാ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ സുബ്ഹത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ തസ്ബീഹ് എന്നുള്ളത് നഫ്ലുകളായ നിസ്കാരത്തിന് പറയുന്ന മറ്റൊരു പേരാണത്. ഹദീസിലോ അല്ലെങ്കിൽ മറ്റു കിതാബുകളിലോ ഒന്നുകിൽ സുബ്ഹത്ത് എന്നോ തസ്ബീഹ് എന്നോ പദം ഉപയോഗിക്കുന്നത് നഫ്ലുകളായ സുന്നത്തായ നിസ്കാരങ്ങൾക്ക് ഈ പദം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹാ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇടയ്ക്കൊക്കെ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്. അപ്പോൾ ഇത് ഏത് കൂട്ടത്തിലുള്ള ഹദീസാണ്? ദുഹാ നിസ്കാരം ഇല്ല എന്നറിയിക്കപ്പെട്ട ഹദീസുകളുള്ളതാണ്. വഫി സഹീഹൈൻ, വേറെയും ഹദീസുകളും ചർച്ചകളും ഒക്കെ ഉണ്ട് കേട്ടോ. വഫി സഹീഹൈൻ അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഒരു റിവായത്തിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഔസാനി ഖലീലി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസിയാമി സലാസതി അയ്യാമി മിൻ കുല്ലി ഷഹ്റിൻ വറകഅതൈ അദ്ദുഹാ വഅന ഊതിറ ഖബല അൻ അർഖുദ. എൻ്റെ ഖലീലായിട്ടുള്ള എൻ്റെ ഉറ്റമിത്രമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് വസിയത്ത് ചെയ്തു, ഉപദേശിച്ചു 3 കാര്യങ്ങൾ. ഒന്ന്, എല്ലാ മാസത്തിലും 3 ദിവസം നോമ്പ് നോൽക്കുക എന്നുള്ളത്. രണ്ടാമത്തേത് ദുഹാ നിസ്കരിക്കുക എന്നുള്ളത്. മൂന്നാമത്തേത് ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കുക എന്നുള്ളത്. ഇത് അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്. കാരണം പൊതുവെ വിത്റിന് ഏതാനുള്ള സമയം തഹജ്ജുദൊക്കെ നിസ്കരിച്ച് രാത്രിയുടെ അവസാനത്തിൽ നിസ്കരിക്കലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാരണം കൊണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് മാത്രം പറഞ്ഞ ഹദീസാണ്. ഇത് ഏത് ഇനത്തിൽപ്പെടുന്ന ഹദീസാണ്? ദുഹാ നിസ്കാരം ഉണ്ട് എന്നറിയിക്കുന്ന ഹദീസുകളാണ്. ولمسلم عن زيد بن أرقم رضي الله عنه مرفوعا, زيد بن أرقم رضي الله عنه ذلك الحديث, صلاة الأوابين حين ترمض الفصال. അവ്വാബിൻ, സലാത്തുൽ അവ്വാബിൻ എന്നുള്ളത് സലാത്തുൽ ദുഹ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ധാരാളമായി പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകളുടെ നിസ്കാരം എന്നൊരു പേരതിനുണ്ട്. ആ നിസ്കാരം നിർവഹിക്കാൻ ഏറ്റവും നല്ല സമയം ഹീന തർമദുൽ ഫിസാൽ. ഫിസാൽ എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിൻ്റെ കുട്ടികൾ. ആ കുട്ടികൾ നിലത്തിരിക്കുമ്പോൾ മണ്ണ് ചൂടായിട്ട് അവരുടെ തൊലി വലിയ കട്ടി വന്നിട്ടുണ്ടാവില്ല. ആ തൊലി ചൂടായിട്ട് അവർ എഴുന്നേൽറ്റ് നിൽക്കുന്ന ആ സമയത്തിനാണ് തർമദുൽ ഫിസാൽ എന്ന് പറയുന്നത്. ആ സമയമാണ് ഒന്ന് ചൂടാകുന്ന, നേരം വെളുത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും ഉത്തമം. ഇതും ആ നിസ്കാരമുണ്ട് എന്നറിയിക്കുന്നതാണ്. ഇതിനെ ഉദ്ദേശിക്കുന്നത് യഷ്തദ്ദു ഹർറുൻ നഹാരി ഫതജിദുൽ ഫിസാലു ഹറാറത്തർ റംള, ചൂട് കാരണത്താൽ ഒട്ടക കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കുന്ന സമയം. ഫഖദ് ഔസാ ബിഹ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിസ്കാരത്തിന് വേണ്ടി ഉപദേശിച്ചതായിട്ടുള്ള ഹദീസുകളാണ് ഈ പറഞ്ഞത്. വകാന യസ്തഗ്നി അൻഹാ ബിഖിയാമിൽ ലൈൽ, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹാ നിസ്കാരം സ്ഥിരമായി നിർവഹിക്കാതിരിക്കാനുള്ള കാരണം അവിടുന്ന് അത്രത്തോളം രാത്രി നിസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നു. രാത്രി നിസ്കാരം അത്രയും സുദീർഘമായി നിർവഹിക്കുന്നത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായി ദുഹാ നിസ്കരിക്കുക എന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിട്ടില്ല. പക്ഷേ സഹാബികളോട് പലരോടും അത് ഉപദേശിച്ചതായിട്ട് കാണാം. അപ്പോൾ ദുഹാ നിസ്കാരത്തിൻ്റെ വിഷയത്തിലുള്ള ചർച്ചകൾ ഇതാണ്. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരമായി എല്ലാ ദിവസവും നിർവഹിച്ചിരുന്നതായിട്ട് വന്നിട്ടില്ല. എന്നാൽ പല സ്വഹാബികളോട് വ്യക്തിപരമായിട്ട് ഉപദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പല സ്വഹാബികളും അത് ചെയ്യാറുണ്ടായിരുന്നു. ഇനി സ്വഹാബികളുടെ ചില അസറുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുള്ളത്, ഖാല മസ്റൂഖ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശിഷ്യനാണ്, താബിഈ ആയിട്ടുള്ള മസ്റൂഖ് റഹിമഹുല്ലാ. അദ്ദേഹം പറയുന്നൊരു സംഭവം കാണാം. കുന്ന നഖ്റഉ ഫിൽ മസ്ജിദ്, ഞങ്ങൾ മസ്ജിദിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്യുകയും അതുപോലെ പഠിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. ഫനബ്ഖ ബഅദ ഖിയാം ഇബ്നു മസ്ഊദ്, ഫജ്റിന് ശേഷമായിരിക്കും. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റതിന് ശേഷവും ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു കുറച്ചു നേരം. തുമ്മ നഖൂം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റപ്പോൾ ഞങ്ങളും എഴുന്നേറ്റു. ഫനുസല്ലി അദ്ദുഹ, ഞങ്ങളെല്ലാവരും ശിഷ്യന്മാരൊക്കെ ദുഹാ നിസ്കരിച്ചു. ഫബലഗ ഇബ്നു മസ്ഊദിൻ ദാലിക്, അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരോ ഇത് അറിയിച്ചു. ഇങ്ങനെ നിങ്ങൾ പോയതിന് ശേഷം ശിഷ്യന്മാരൊക്കെ എഴുന്നേറ്റ് അവിടെ മസ്ജിദിൽ വെച്ച് ദുഹാ നിസ്കരിച്ചു എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആരോ അറിയിച്ചു. ഫഖാല, അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശിഷ്യന്മാരോട് പറഞ്ഞു, ലിമ തുഹമ്മിലൂന ഇബാദല്ലാഹ് മാ ലം യുഹമ്മിൽഹുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഏൽപ്പിക്കാത്തൊരു ഭാരങ്ങൾ എന്തിനാണ് വെറുതെ ഏറ്റെടുക്കുന്നത്? അള്ളാഹു നിങ്ങളെ ഏൽപ്പിക്കാത്തൊരു ഭാരങ്ങൾ എന്തിനാണ് വെറുതെ ഏറ്റെടുക്കുന്നത്? ഇൻ കുൻതും ലാ ബുദ്ദ ഫാഇലീൻ, നിങ്ങൾക്ക് ഈ സമയത്ത് നിസ്കരിച്ചേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഫഫീ ബുയൂത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചോളൂ.
നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചോളൂ എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതായത് പിന്നെ സ്ഥിരമായി അങ്ങനെ നിർവഹിക്കുക എന്നുള്ളത് സ്ഥിരപ്പെട്ടതായിട്ട് ഈ സഹാബി മനസ്സിലാക്കിയിട്ടില്ല, വിശ്വാസം ചെയ്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ അത് വീട്ടിൽ വെച്ച് ആളുകൾക്ക് ഇനി ഇങ്ങനൊരു നിസ്കാരമുണ്ടോ, സാധാരണക്കാരായ ആളുകൾ മറ്റുള്ളവർക്ക് അതൊരു ഭാരമായി തോന്നുന്ന അവസ്ഥ വേണ്ട. നിങ്ങൾ വീട്ടിൽ വെച്ച്, സുന്നത്തുകൾക്ക് ഏറ്റവും അഫ്ദൽ ഏതാണ്? വീടുകൾ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. മറ്റൊരു സംഭവം വഖാല സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാ താബിഈങ്ങൾ ഇമാമാണ്. സഈദ് ജുബൈറിന് വേറെ കുറേ പ്രത്യേകതയുണ്ട്. ശ്രേഷ്ഠനായിട്ടുള്ള താബിഈയാണ്. അദ്ദേഹത്തിൻ്റെ റിവായത്തുകൾക്കെല്ലാം പ്രത്യേകം സ്വീകാര്യതയുണ്ട്. അദ്ദേഹം പറയാണ്, ഇന്നി ലഅദ്ഉ സ്വലാത്ത ദുഹാ വഅന അഷ്തഹീഹാ. ദുഹാ നിസ്കാരം നിസ്കരിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിട്ട് കൂടി ഞാനത് ഒഴിവാക്കാറുണ്ട്, ഞാൻ നിസ്കരിക്കാതിരിക്കാറുണ്ട്. മഖാഫത അൻ അറാഹ ഹത്മൻ അലയ്യ, എൻ്റെ മേലെ ഞാനത് നിർബന്ധമാക്കി എന്നെനിക്ക് തോന്നുമോ എന്നുള്ള ഭയം കാരണത്താൽ, ഞാനത് എൻ്റെ മേലെ നിർബന്ധമാക്കിയ ഒരു കാര്യമാകുമോ എന്ന ഭയം കാരണത്താൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടും നിസ്കരിക്കാൻ സാധിച്ചിട്ടും ഞാനത് ഇടയ്ക്കെല്ലാം ഒഴിവാക്കാറുണ്ട് എന്ന് സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാ പറയാണ്. അപ്പോൾ ദുഹാ നിസ്കാരത്തിൻ്റെ മൊത്തത്തിലുള്ള ചർച്ച ഇതാണ്. ഇത് ഈ മുഖ്തസറിൽ ഇത്രേ കൊടുത്തിട്ടുള്ളൂ. ജാദുൽ മആദിൽ യഥാർത്ഥ കിതാബിൽ, ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കിതാബിൽ വലിയൊരു ചർച്ചയായിട്ട് തന്നെ പല സ്വഹാബികളുടെ അസറുകളും റിവായത്തുകളും എല്ലാം കൊണ്ടുവന്നിട്ടു അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി നമ്മളെന്താ അതിന് മനസ്സിലാക്കേണ്ടത്? നിസ്കരിക്കാൻ സാധിക്കുന്ന ആളുകൾ അത് നിസ്കരിക്കാം, ജീവിതത്തിൽ പകർത്താം. പല ആളുകളും സ്ഥിരമായി ചെയ്യുന്നവരുണ്ട്, ഒന്നും തെറ്റല്ല, കാരണം സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന അടിസ്ഥാനത്തിൽ ചെയ്യാവുന്നതാണ്. ഇടയ്ക്കൊക്കെ അതൊരു സ്ഥിരമായിട്ടുള്ള കാര്യമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി ചെയ്തിട്ടില്ല എന്നതിൻ്റെ പേരിൽ ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒഴിവാക്കുന്നത് ആ ഒരു ചർച്ചയെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തരാൻ ഉപകരിക്കും. അപ്പോൾ നിർവഹിക്കാവുന്ന കാര്യമാണ്. നിർവഹിക്കാത്തവർ പരിശ്രമിക്കുക ആ നിസ്കാരം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്തുള്ളത്, അതും അധികവും വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ ശ്രമിക്കുക. സ്ഥിരമായി നിസ്കരിക്കുന്നതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നില്ല എന്നുള്ള ചർച്ചയും ഹദീസുകളൊക്കെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടയ്ക്കെല്ലാം ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഒരു അമൽ ചെയ്യുന്നതിനെ കുറക്കാനല്ല കേട്ടോ, ഞാൻ അമലിൻ്റെ ഒരു രീതി, അതിൻ്റെ ചർച്ച അറിയിച്ചു എന്ന് മാത്രം. ഇനി സ്ഥിരമായി ചെയ്തു വെച്ചിട്ട് അല്ലാഹു അഅലം, കുഴപ്പമുള്ള കാര്യമല്ല. ഇനി അടുത്ത കാര്യം ചർച്ച ചെയ്യുന്നത് ശുക്റിൻ്റെയും അതുപോലെ തന്നെ തിലാവത്തിൻ്റെയും എല്ലാം സുജൂദ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. വകാന മിൻ ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹദി അസ്ഹാബിഹി സുജൂദ് ശുക്രി ഇൻദ തജദ്ദുദി നിഅമത്തിൻ തസുറു ഔ ഇൻദിഫാഇ നിഖ്മത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ സ്വഹാബികളുടെയും മാതൃകയിൽപ്പെട്ട കാര്യമാണ് അവർക്ക് സന്തോഷമുള്ള എന്തെങ്കിലും നിഅമത്തുകൾ സംഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് ഉപദ്രവമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നീങ്ങുമ്പോഴോ നന്ദി എന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത്. അതായത് എന്തെങ്കിലും അനുഗ്രഹം ലഭിച്ചു, ഇപ്പോൾ ഒരാൾക്കൊരു കുട്ടി ജനിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഉപദ്രവം നീങ്ങി, ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്ന കാര്യങ്ങളിൽ അയാൾ ശുക്ർ ചെയ്യുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയാണ്, സഹാബികൾ മാതൃക കാണിച്ചിട്ടുള്ള രീതിയാണ്. അതിന് വുളു ആവശ്യമുണ്ടെന്നോ അല്ലെങ്കിൽ വുളു ഒന്നും വേണ്ട, അത് എത്രത്തോളം എന്ന് വെച്ചാൽ ഖിബലയിലേക്ക് തന്നെ തിരിഞ്ഞിട്ട് ചെയ്യണമെന്നില്ല, സുജൂദ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ വിഷയം. അവിടെ സുജൂദ് നിർവഹിക്കുക എന്നുള്ളതാണ് അവിടെയുള്ള വിഷയം. അത് നന്ദിയായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് വ്യക്തിപരമായിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ചെയ്യാം, അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള മുസ്ലിമീങ്ങൾക്ക് ബാധിക്കുന്ന എന്തെങ്കിലും ഒരു ഉപദ്രവം നീങ്ങി അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് പൊതുവായിട്ട് എന്തെങ്കിലും സഹായം ലഭിച്ചു, അങ്ങനെയുള്ള സന്ദർഭങ്ങളും ചെയ്യാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസൈലിമത്തുൽ കദ്ദാബ്, കള്ളപ്രവാചകനായിട്ടുള്ള മുസൈലിമ വധിക്കപ്പെട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുജൂദ് ചെയ്തതായിട്ട് റിവായത്തുകൾ വന്നിട്ടുണ്ട്. ഇനി വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ മറ ബിആയത്തി സജ്ദത്തിൻ കബ്ബറ വസജദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൻ്റെ ആയത്തുകൾ വന്ന് എത്തിക്കഴിഞ്ഞാൽ, ഖുർആനിൽ നമുക്കറിയാം സുജൂദിൻ്റെ ആയത്തുകൾ എന്ന് പറഞ്ഞ ആയത്തുകൾ എത്ര ഉണ്ട്? 15 സ്ഥലങ്ങളിലുണ്ട്, 15 സന്ദർഭങ്ങളിലുണ്ട്. ആ ആയത്തുകൾ എത്തുമ്പോൾ തക്ബീർ പറഞ്ഞുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്യാറുണ്ടായിരുന്നു. ഖുർആനിലെ തിലാവത്തിൻ്റെ സുജൂദ് എന്ന് പറയുന്ന സുജൂദുമായി ബന്ധപ്പെട്ട പറയുന്നത് 15 സ്ഥലങ്ങളിലാണ് അത് വന്നിട്ടുള്ളത്. അത് വന്നിട്ടുള്ള സൂറത്തുകൾ ഒരു ബൈത്തിലൂടെ ഒരു കവി എഴുതിയതുണ്ട്, അത് നമുക്ക് വായിക്കാം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ. ജമഅതു സുജൂദൽ ആയി ഫി ദിക്രി കുല്ലിഹി
ബിനദ്മിൻ വജീസിൻ ഫഗ്തനിംഹു ബിനൈലിഹി. സുജൂദിൻ്റെ ആയത്തുകൾ പിന്നെ വന്നിട്ടുള്ളത് അത് ഞാൻ ഒരുമിച്ച് കൂട്ടി ചുരുക്കി പറയുന്നുണ്ട്, അത് നീ മനസ്സിലാക്കുക. ഫഅറാഫു റഅദുൻ നഹ്ലു ഇസ്റാ വ മറിയം. അറാഫ് സൂറത്തുൽ അറാഫ്, റഅദ്, നഹ്ല്, ഇസ്റാ, മറിയം. വഹജ്ജ്, ഹജ്ജിൽ രണ്ട് സന്ദർഭങ്ങളുണ്ട്. വഫുർഖാനുൻ, ഫുർഖാനിൽ. വസജ്ദതു നംലിഹി, അതുപോലെ സൂറത്തു നംലിൽ. വസാദുൻ, സജ്ദയിലും. വസാദുൻ തലീഹ ഫുസ്സിലത് നജ്മുൻ ഇദ് ഹവ. സ്വാദ്, അതുപോലെ ഫുസ്സിലത്ത്, അതുപോലെ സൂറത്ത് നജ്മ്. സമാഉൻ ഇദൻ ഷഖത്ത് വ ഇഖ്റ ലികുല്ലിഹി, സൂറത്തുൽ ഇൻഷിഖാഖിലും സൂറത്തുൽ ഇഖ്റ ബിസ്മി റബ്ബിക സൂറത്തുൽ അലഖിലും. ഈ 15 സ്ഥലങ്ങളിലാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഒരു ചർച്ചയുള്ള വിഷയമാണ് സൂറത്ത് സ്വാദിലുള്ള സുജൂദ് തിലാവത്തിൻ്റെ സുജൂദാണോ എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതിൽ ഫസ്തഗ്ഫറ റബ്ബഹു വഖറ റാക്കിഅൻ വഅനാബ്, സൂറത്ത് സ്വാദിൽ 24-ാമത്തെ ആയത്താണ്. ദാവൂദ് അലൈഹി ഇസ്ലാമിനെ പറ്റി പറയുന്നിടത്ത് റുക്വ ചെയ്തു എന്ന് വന്നിട്ടുണ്ട്. അത് തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യേണ്ടതാണോ അല്ലയോ എന്നുള്ളൊരു ചർച്ച മുൻഗാമികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് തിലാവത്തിൻ്റെ സുജൂദിൻ്റെ തന്നെയാണ് എന്നാണ് ശരിയായ അഭിപ്രായം. കാരണം റുക്കൂഇനെ സുജൂദിൻ്റെ ആശയത്തിലും പറയാറുണ്ട്. അപ്പോൾ അത് തിലാവത്തിൻ്റെ സുജൂദുമാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാം ശുക്രിൻ്റെ സുജൂദുമായിട്ടും ചെയ്തിട്ടുള്ള സുജൂദാണ്. രണ്ടും ഉൾക്കൊള്ളുന്ന സുജൂദാണ് സൂറത്ത് സ്വാദിലെ എന്നാണ് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഖുർആനിലെ ഈ 15 സന്ദർഭങ്ങളിൽ എത്തിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദ് ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്വഹാബികളും അത് പാരായണം ചെയ്യുമ്പോൾ സുജൂദ് ചെയ്യാറുണ്ട്. തക്ബീർ പറഞ്ഞുകൊണ്ടാണ് സുജൂദ് ചെയ്യാറുണ്ടായിരുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജൂദ് ചെയ്യാറുണ്ടായിരുന്നത്. അതിനുശേഷം പറയാണ് വറുബ്ബമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സുജൂദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സുജൂദിൽ ആയിരിക്കുമ്പോൾ, ആ സുജൂദ് ചെയ്യുമ്പോൾ അതിൽ ചൊല്ലാറുള്ള ദുആ സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി. സജദ, ഇതാ സുജൂദ് ചെയ്തിരിക്കുന്നു, വജ്ഹി എൻ്റെ മുഖം, ലില്ലദീ ഖലഖഹു അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളതായ, വസവ്വറഹു അവൻ രൂപം കൊടുത്തിട്ടുള്ളതായ, വശഖ സമഅഹു അതിൽ അവൻ കേൾവിയെ കീറി ഉണ്ടാക്കി, വബസറഹു കാഴ്ചയെ, ബിഹൗലിഹി വഖുവ്വതിഹി അവൻ്റെ കഴിവിനാലും അവൻ്റെ ശക്തിയാലും എന്നുള്ള ദുആ പറയാറുണ്ട്. മറ്റൊരു ദുആ അബൂ ദാവൂദ്, തിർമിദി എന്നിവർ ഉദ്ധരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ലഫ്ളുകൾ വായിക്കാം. അല്ലാഹുമ്മ ലക സജദ്തു, അല്ലാഹുവേ ഞാൻ നിനക്ക് സുജൂദ് ചെയ്തിരിക്കുന്നു. വബിക ആമൻതു, ഞാൻ നിന്നിൽ വിശ്വസിച്ചിരിക്കുന്നു. വഅലൈക തവക്കൽതു, ഞാൻ നിന്നിൽ ഭരമേൽപ്പിക്കുന്നു. സജദ വജ്ഹിയ ലില്ലാഹി അല്ലദീ ഖലഖഹു വസവ്വറഹു, അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളതായ രൂപം നൽകിയിട്ടുള്ളതായ എൻ്റെ മുഖം ഇതാ സുജൂദ് ചെയ്തിരിക്കുന്നു. അല്ലാഹുമ്മ ജഅൽഹാ ഇൻദക ലീ ദുഖ്റാ, അല്ലാഹുവേ ഈ സുജൂദിനെ നീ എനിക്ക് വേണ്ടി ഒരു മുൻകരുതി വെച്ചിട്ടുള്ളൊരു കാര്യമാക്കി മാറ്റണമേ. വഹ്തുത് അന്നി ബിഹാ വിസ്റാ, എൻ്റെ പാപങ്ങൾ ഈ സുജൂദ് കൊണ്ട് നീ ഒഴിവാക്കണമേ. ഫതഖബ്ബൽഹാ മിന്നി, എന്നിൽ നിന്ന് നീ അത് സ്വീകരിക്കണമേ. കമാ തഖബ്ബൽതഹാ മിൻ അബ്ദിക ദാവൂദ്, നിന്റെ അടിമയായ ദാവൂദിൽ നിന്ന് നീ സ്വീകരിച്ചതുപോലെ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു റിവായത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തുള്ള ദുആകളാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് വലം യുൻഖൽ അൻഹു അന്നഹു കാന യുകബ്ബിറു ലിർറഫ്ഇ മിൻ ഹാദ സുജൂദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സുജൂദ് ചെയ്യുന്ന സമയത്ത്, പോകുന്ന സമയത്ത് എന്ത് പറയാറുണ്ട്? അല്ലാഹു അക്ബർ എന്ന് തക്ബീർ പറഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത്. നമ്മൾ ഖുർആൻ ഓതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ആയത്തെറ്റി, അപ്പോൾ എങ്ങനെ സുജൂദ് ചെയ്യേണ്ടത്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് സുജൂദ് ചെയ്യേണ്ടത്. എന്നാൽ സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? തക്ബീർ പറഞ്ഞിട്ടില്ല. മിൻഹാദ സുജൂദ് വലാ തശഹദ, ചില ആളുകൾ സുജൂദിൽ എഴുന്നേറ്റ് പിന്നെ തശഹുദ് ചൊല്ലും. നിസ്കാരത്തിൽ സലാം വിട്ടുന്ന പോലെ പിന്നെ ഇരുന്ന് തശഹുദ് ചൊല്ലിയിട്ട് സലാം വിട്ടും, അതുമില്ല. വലാ സല്ലമ അൽബത്തത, സലാം വീട്ടിയിട്ടുമില്ല. ചില ആളുകൾ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്ന് സലാം വിട്ടുന്നത് കാണാം, അങ്ങനെയും വന്നിട്ടില്ല. സുജൂദിലേക്ക് പോകുമ്പോൾ തക്ബീർ ചൊല്ലിയിരുന്നതായിട്ട് മാത്രമാണ് വന്നിട്ടുള്ളത്. വസഹ അൻഹു അന്നഹു സജദ ഫി അലിഫ് ലാം മീം തൻസീൽ വഫി സാദ് വഫി നജ്ം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്വഹീഹായിട്ടുള്ള റിവായത്തുകൾ വന്നിട്ടുണ്ട്. അലിഫ് ലാം മീം തൻസീൽ സജ്ദയിലും സൂറത്തു സ്വാദിലും സൂറത്തു നജ്മിലും എല്ലാം സുജൂദ് ചെയ്തതായിട്ട്. ഇവിടെ സൂറത്തു സ്വാദൊക്കെ പ്രത്യേകം എടുത്ത് പറയാനുള്ള കാരണം നേരത്തെ പറഞ്ഞ കാരണമാണ്. കാരണം അതിലെ സുജൂദ് ഉണ്ടോ ഇല്ലേ എന്നുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ. എന്നിട്ട് പറയാണ് വദക്കറ അബൂ ദാവൂദ് അൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഖറഅഹു 15 സജ്ദതൻ منها ثلاث في المفصل وفي سورة الحج سجدتان. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന റിവായത്തിലാണ് 15 സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്ത് പാരായണം ചെയ്യുമ്പോൾ സുജൂദ് ചെയ്ത് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ 3 മുഫസ്സലായ സൂറത്തുകളിലും സൂറത്തുൽ ഹജ്ജിൽ 2 വന്നിട്ടുണ്ട്. മുഫസ്സലായ സൂറത്ത് പറഞ്ഞാൽ എന്താ? സൂറത്തു ഖാഫ് മുതൽ അങ്ങോട്ടുള്ള പിന്നോട്ടുള്ള സൂറത്തുകൾക്കാണ് മുഫസ്സലായ സൂറത്തുകൾ എന്ന് പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരങ്ങളെല്ലാം അധികവും അവിടുന്നാണ് പാരായണം ചെയ്തിരുന്നത് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചൊരു ഇൽമിയായിട്ടുള്ള ഒരു ചർച്ചയാണ് അടുത്തൊരു പാരഗ്രാഫിൽ പറയുന്നത്. ഞാൻ വായിക്കാം. കൂടുതൽ മനസ്സിലായില്ല എന്ന് കരുതികൊണ്ട് ബുദ്ധിമുട്ടാകേണ്ട ആവശ്യമില്ല. ഒരു ഹദീസിൻ്റെ എടുക്കുന്നതിലുള്ള ചെറിയൊരു നിയമം പറയാം. വഅമ്മാ ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, എന്നാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യസ്ജുദ് ഫിൽ മുഫസ്സലി മുൻദു തഹവ്വല ഇലൽ മദീന, മദീനയിലേക്ക് വന്നത് മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഫസ്സലായ സൂറത്തുകളിലുള്ള സജദയുടെ ആയത്തുകൾ, അതേതൊക്കെയാണ്? സൂറത്തുൽ നജ്മ് പെട്ടു, സൂറത്തുൽ ഇൻഷിഖാഖ് പെട്ടു, സൂറത്തുൽ അലഖ് പെട്ടു. ഈ 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്തിട്ടില്ല എന്ന റിവായത്ത് ഫഹുവ ഹദീസുൻ ദഈഫുൻ, അത് ദഈഫായ ഒരു ഹദീസാണ്. ഫീ ഇസ്നാദിഹി അബൂ ഖുദാമത്തുൽ ഹാരിസ് ഇബ്നു ഉബൈദിൻ, ആ റിവായത്തിന്റെ സനദിൽ അബൂ ഖുദാമ അൽ ഹാരിസ് ഇബ്നു ഉബൈദ് എന്നൊരു വ്യക്തിയുണ്ട്. വലാ യുഹ്തജ്ജു ബി ഹദീസിഹി, ആ വ്യക്തി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകൾ തെളിവായി എടുക്കാറില്ല, സ്വഹിയായി പരിഗണിക്കാറില്ല. വഅലഹു ഇബ്നു ഖത്താൻ ബിമത്രിൽ വറാഖ് വകാന യുഷ്ബിഹു ഫീ സൂഇൽ ഹിഫ്ളി മുഹമ്മദ് ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു അബീ ലൈല, മറ്റ് ചില ഹിഫ്ള് കുറഞ്ഞ ആളുകളോ പോലെയാണ് ഈ വ്യക്തിയും എന്ന നിലക്ക് ഇബ്നു ഖത്താൻ പോലെയുള്ളവർ അദ്ദേഹം ദുർബലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വഈബ അല മുസ്ലിമിൻ ഇഖ്റാജു ഹദീസിഹി, എന്നാൽ മറ്റു ചിലർ ആളുകൾ ഈ വ്യക്തിയിൽ നിന്ന് ഇമാം മുസ്ലിം ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇമാം മുസ്ലിമിൻ്റെ മേലെ ന്യൂനത ആരോപിക്കാറുണ്ട്. ഇപ്പോൾ ഈ വ്യക്തി ദുർബലാണെന്ന് പറഞ്ഞു, ഹിഫ്ള് ശരിയല്ല എന്ന് പറഞ്ഞു, പക്ഷെ ആ വ്യക്തിയിൽ നിന്ന് തന്നെ ഇമാം മുസ്ലിം ഹദീസ് ഉദ്ധരിച്ചതിൻ്റെ പേരിൽ ഇമാം മുസ്ലിമിനെ ചിലർ ആക്ഷേപിക്കാറുണ്ട്, ന്യൂനത പറയാറുണ്ട്. എന്നിട്ട് പറയാണ് വലാ ഐബ അലാ മുസ്ലിമിൻ ഫി ഇഖ്റാജി ഹദീസിഹി, ആ ഇമാം മുസ്ലിം ആ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിമിൻ്റെ മേലെ ഒരു ആക്ഷേപവുമില്ല. കാരണം ലിഅന്നഹു യൻതഖി മിൻ അഹാദീസി ഹാദ ദർബി മാ യഅലമു അന്നഹു ഹഫിളഹു, ഇമാം മുസ്ലിം അദ്ദേഹത്തിന് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകൾ അദ്ദേഹത്തിന് വ്യക്തമായി ഹിഫ്ളുള്ള കാലത്തുള്ള ഹദീസുകളാണ്. ഹിഫ്ള് കുറഞ്ഞതിന് ശേഷമോ മറവി സംഭവിച്ചതിന് ശേഷമുള്ള ഹദീസുകളല്ല. അതായത് ഈ ഹദീസിൻ്റെ സിഹത്ത് പരിഗണിക്കുമ്പോൾ ചില ഹദീസ് നമ്മൾ ദഈഫാന്ന് കേൾക്കുമ്പോൾ തീരെ സ്വീകരിക്കാൻ പെടാൻ പറ്റാത്ത ഒരാളിൽ നിന്ന് വന്നതായിക്കൊള്ളണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ആ വ്യക്തി പ്രായം ചെന്നപ്പോൾ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അപ്പോൾ പറഞ്ഞ ഹദീസുകൾക്ക് ശരിയായ സനദ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാതിരിക്കും, അതാണ് കാരണം. അപ്പോൾ ഈ പറഞ്ഞ അബൂ ഖുദാമ അൽ ഹാരിസ് ഇബ്നു ഉബൈദ് എന്ന പറഞ്ഞ വ്യക്തിയിൽ നിന്ന് ബാക്കിയുള്ള പിന്നെ ഹിഫ്ള് കുറവുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ചതെല്ലാം അദ്ദേഹത്തിൻ്റെ ഹിഫ്ളിന് ഒരു കുഴപ്പവും ഇല്ലാത്ത കാലത്തുള്ള ഹദീസുകളാണ്. മാ യത്രഹു മിൻ അഹാദീസി സിഖതി മാ യഅലമു അന്നഹു ഖലിത ഫീഹി, അദ്ദേഹത്തിൽ നിന്ന് സഹീഹായി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസുകളിൽ ഒരു കുഴപ്പവുമില്ല. ഫമിനൻ നാസി, ജനങ്ങളിൽ മൻ സഹഹ ജമീഅ അഹാദീസി ഹൗലായി സിഖാത്ത്, അഥവാ ഹദീസിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ പിന്നെ ഇങ്ങനൊരു വ്യക്തിയുണ്ട്, ആ വ്യക്തിയിൽ നിന്നുള്ള വന്ന എല്ലാ ഹദീസും നിരുപാധികം സഹിയാക്കുന്ന ആളുകളുണ്ട്. വമിൻഹും മൻ ദഅഫ ജമീഅ ഹദീസ് സയ്യിൽ ഹിഫ്ള്, എന്നാൽ മറ്റു ചിലർ അയാളിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുള്ള ഓർമ്മശക്തിയുള്ള കാലത്തെ ഹദീസുകൾ എടുക്കുകയും മറ്റു ചിലത് ഒഴിവാക്കുകയും ചെയ്യാറുണ്ട്. ഫൽ ഊല, ഒന്നാമത്തെ രീതി, ഒരാളിൽ നിന്ന് പൂർണ്ണമായി എല്ലാ ഹദീസും എടുക്കുന്ന രീതി ത്വരീഖത്തുൽ ഹാക്കിം വ അംസാലിഹി, ഇമാം ഹാക്കിമും അതുപോലെയുള്ള ആളുകളുടെയും രീതിയാണ്. വസ്സാനിയ, രണ്ടാമത്തേത് ത്വരീഖത്തു ഇബ്നു ഹസം വ അഷ്കാലുഹു വ ത്വരീഖത്തു മുസ്ലിമിൻ റഹിമഹുല്ലാഹ് വ ത്വരീഖത്തു അഇമ്മത്തി ഹാദ ഷൈൻ, ഇബ്നു ഹസം ഇമാം മുസ്ലിം പോലുള്ളവരൊക്കെ ആ രീതിയിലാണ് എടുക്കാറുള്ളത്. അതൊരു കാര്യം സൂചിപ്പിച്ചു, ഒരു ഹദീസിൻ്റെ ചർച്ചയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. അടുത്ത ഫസ്ല്, ഫസ്ലുൻ ഫി ഹദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ജുമുഅത്തി വദിക്രി ഖസാഇസിഹാ,
അപ്പോൾ ജുമായുമായി ബന്ധപ്പെട്ട് ജുമായുടെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ട് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞു, നഫ്ലുകളായ നിസ്കാരത്തെ പറ്റി പറഞ്ഞു, അങ്ങനെ എല്ലാം കഴിഞ്ഞ് മഹത്തായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു നിസ്കാരത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ ആ നിസ്കാരം നടക്കുന്ന ദിവസത്തെ സംബന്ധിച്ചും അതിൻ്റെ പ്രത്യേകതകളും ആ നിസ്കാരവുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളുമാണ് ഇനിയുള്ള ഫസ്ലുകളിൽ പറയുന്നത്. അപ്പോൾ ഒന്നാമത് പറയുന്നത് ജുമായുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രത്യേകതയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് യൗമുൽ ജുമഅ, നമ്മളിപ്പോൾ ഉള്ള യൗമുൽ ജുമഅ. ആ യൗമുൽ ജുമഅക്ക് വളരെയധികം ഫദ്ലുകളുണ്ട്. പലപ്പോഴും മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കാതെ പോയിട്ടുള്ള വളരെ വലിയ ശ്രേഷ്ഠതകളുണ്ട്. ഇപ്പോൾ ഈ സാദുൽ മആദിൻ്റെ തന്നെ ശരിക്കുള്ള കിതാബിൽ 33ഓളം പ്രത്യേകതകൾ ഇനി പറയുന്നുണ്ട്. ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ അതുപോലെ കുറേ പേജുകൾ തന്നെ യൗമുൽ ജുമഅയുടെ ഫദ്ലിനെ പറയുന്നുണ്ട്. ബാക്കി പല പണ്ഡിതന്മാരും അതുമാത്രമായിട്ട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ബാക്കിയുള്ള ദിവസം പോലെ തന്നെ കാണുന്നൊരു ദിവസമായിട്ട് വെള്ളിയാഴ്ച മാറിയിട്ടുണ്ട്. ജുമഅ ഉണ്ട്, ജുമഅക്ക് വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നല്ലാതെ ആ ദിവസത്തിൻ്റെ ശ്രേഷ്ഠതയും പ്രത്യേകതകളും പലപ്പോഴും നമ്മൾ നേടിയെടുക്കാൻ പരിശ്രമിക്കാതെ പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട്. കാരണം നമുക്കതിൻ്റെ ഫദ്ൽ അറിയാത്തതുകൊണ്ടാണ്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, സഹ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹായി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൽ, അദല്ലല്ലാഹു അനിൽ ജുമഅ മൻ കാന ഖബ്ലനാ വകാന ലിൽ യഹൂദി യൗമുസ് സബ്ത്. നമ്മുടെ മുമ്പുള്ള കൂട്ടരെ, സമൂഹങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല യൗമുൽ ജുമഅയിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു. അഥവാ ജൂതനസാറാക്കൾക്ക് യൗമുൽ ജുമഅ അവർക്ക് നൽകാതെ അവരെ തെറ്റിച്ചു. ജൂതന്മാർക്ക് ഏതാ ദിവസം കൊടുത്തത്? യൗമുസ് സബ്ത്, അവരുടെ പ്രത്യേകമായിട്ടുള്ള ഇബാദത്തിൻ്റെ ദിവസമായിട്ട് ശനിയാഴ്ചയാണ് നിശ്ചയിച്ചത്. വകാന ലിൻ നസാറ യൗമുൽ അഹദ്, നസാറാക്കൾക്ക് പ്രത്യേകമായി ഇബാദത്തിനുള്ള ദിവസം അള്ളാഹു നിശ്ചയിച്ചത് എന്താണ്? ഞായറാഴ്ച ദിവസമാണ്, യൗമുൽ അഹദാണ്. ഫജാ അല്ലാഹു ബിനാ ഫഹദാനാ ലിയൗമിൽ ജുമഅ, അല്ലാഹു തആല അവർക്ക് ശേഷമാണ് ആരെ കൊണ്ടുവരുന്നത്? നമ്മളെ കൊണ്ടുവരുന്നത്. പക്ഷെ നമുക്ക് അതിനേക്കാൾ മുൻപുള്ള പ്രാധാന്യമുള്ള വെള്ളിയാഴ്ച ദിവസത്തിലേക്ക്, അതിലേക്കാണ് നമ്മുടെ ഇബാദത്തിനെ പ്രത്യേകമാക്കി തന്നത്. ഫജഅലൽ ജുമഅത വസ്സബ്ത വൽ അഹദ്, അങ്ങനെ വെള്ളി, ശനി, ഞായർ അങ്ങനെയുള്ള ആ രീതിയിലാക്കി. വകദാലിക ഹും ലനാ തബഉൻ യൗമൽ ഖിയാമ, ഇതുപോലെ തന്നെ നമ്മെ പിൻപറ്റുന്ന ആളുകളായിട്ട്, നമ്മുടെ പിന്നിലുള്ള ആളുകളായിട്ടാണ് ജൂതനസാറാക്കൾ അന്ത്യനാളിൽ ഉണ്ടാവുക. നഹ്നുൽ ആഖിറൂന മിൻ അഹ്ലി ദുനിയ വൽ അവ്വലൂന യൗമൽ ഖിയാമ, നമ്മൾ ദുനിയാവിൽ അവസാനത്തെ ഖൗമാണ്, അവസാനത്തെ സമൂഹമാണ്, പക്ഷെ പരലോകത്ത് ആദ്യത്തിലുള്ള സമൂഹമാണ്. അൽ മഖ്ദിയു ലഹും ഖബ്ലൽ ഖലായിഖ്, അവരുടെ എല്ലാം സൃഷ്ടികളുടെ എല്ലാം മുമ്പായിട്ട് നമ്മുടെ വിചാരണ ആരംഭിക്കുകയും എല്ലാം ചെയ്യുന്നത് നമ്മളാണ് ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സമൂഹമായിട്ടുണ്ടാവുക. വലി തിർമിദി വസഹഹു അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു മർഫൂഅൻ, അതുപോലെ തന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം. അപ്പോൾ ഈ ഹദീസ് ഒന്ന് ആലോചിച്ച് നോക്കിയും, ജൂതനസാറാക്കൾക്ക് നൽകാതെ നമുക്ക് വേണ്ടി അല്ലാഹു തആല പ്രത്യേകം തെരഞ്ഞെടുത്ത് മാറ്റി വെച്ചൊരു ദിവസമാണ് യൗമുൽ ജുമഅ. ജൂതനസാറാക്കൾക്ക് യൗമുൽ ജുമഅ നമുക്ക് ലഭിച്ചു എന്നതുപോലെ, അതിലുള്ള പണ്ഡിതന്മാർക്ക്, അറിവുള്ളവർക്ക് യൗമുൽ ജുമഅ നമുക്ക് ലഭിച്ചു എന്നതുപോലെ അസൂയ വെക്കുന്ന വേറൊരു കാര്യമില്ല എന്നാ. കാരണം അവർക്കറിയാം അതിൻ്റെ വില, യൗമുൽ ജുമഅയുടെ വില എത്രത്തോളം പ്രത്യേകത ഉള്ളതാണ് എന്ന് ജൂത പണ്ഡിതന്മാർക്കറിയാം. അവർക്ക് ഏറ്റവും മുസ്ലിമുകളോട് അസൂയ തോന്നുന്ന ഒരു കാര്യമായി യൗമുൽ ജുമഅ നമുക്ക് പ്രത്യേകമായി ലഭിച്ചു എന്നുള്ളത് ഒരു കാരണമാണ് എന്ന് പറഞ്ഞത് കാണാം ഉലമാക്കൾ. അതുപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയാണ്, ഖൈറു യൗമിൻ ത്വലഅത് ഫീഹി ശംസു യൗമുൽ ജുമഅ, സൂര്യൻ ഉദിക്കുന്നതിൽ ഏറ്റവും ഖൈറായിട്ടുള്ള ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖലഖല്ലാഹു ആദം, വെള്ളിയാഴ്ച ദിവസമാണ് അല്ലാഹു തആല ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ചത്. വഫീഹി ഉദ്ഖില അൽ ജന്നത, ആ ദിവസമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാമിനെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. വഫീഹി ഉഖ്രിജ മിൻഹ, ആ ദിവസമാണ് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത്. വലാ തഖൂമുസ് സാഅതു ഇല്ലാ ഫി യൗമിൽ ജുമഅ, വെള്ളിയാഴ്ച ദിവസമല്ലാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഒന്ന് ആലോചിച്ച് നോക്കി, മനുഷ്യൻ്റെ തുടക്കം, അതുപോലെ തന്നെ ആദം നബി അലൈഹി സ്വലാം സ്വർഗപ്രവേശനം, അതിൽ നിന്ന് പുറത്താക്കിയത്, അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ അവസാനം, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ച ദിവസത്തിലാണ്. വെള്ളിയാഴ്ച ദിവസത്തിലാണ്. ഓരോ മൃഗങ്ങളും മനുഷ്യനും ജിന്നുമല്ലാത്ത ജന്തുജീവജാലങ്ങളെല്ലാം വെള്ളിയാഴ്ച ദിവസമായി കഴിഞ്ഞാൽ പേടിക്കുമെന്നാണ്. അവരുടെ ഹൃദയത്തിൽ
ഒരു വിറളി കൊള്ളുമെന്നാണ്. കാരണം അന്ത്യനാളിനെ കുറിച്ച് ആലോചിച്ചിട്ട് അത്ര ഭയപ്പെടുന്ന ദിവസമാണ്. നമുക്ക് നിസ്സാരമായിട്ടുള്ളൊരു ദിവസമാണ്, നമുക്കൊരു വിലയില്ലാത്തൊരു ദിവസമാണ്. പ്രത്യേകിച്ച് വിദേശത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ഒഴിവുള്ള ദിവസമായിട്ട് അവർ ഉറങ്ങിയിട്ടും മറ്റു പല കാര്യങ്ങളുമായിട്ട് ഇബാദത്തിലോ അല്ലെങ്കിൽ ഒരുപാട് പ്രത്യേകതയുള്ള ആ ദിവസത്തെ വെറുതെ നശിപ്പിച്ച് കളയുന്ന ധാരാളം ആളുകൾ നമ്മുടെ നാടുകളിലും കാണാം. അതിൻ്റെ ഗൗരവത്തെ അറിയാത്തതുകൊണ്ടാണ്. അതിൻ്റെ ഗൗരവത്തിൽ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മൾ അന്ന് ഏറ്റവും അധികം മറ്റുള്ള ദിവസങ്ങളെക്കാളെല്ലാം ഇബാദത്തിലും ദിക്റിലും അതുപോലെ തന്നെ ദുആയിലും മറ്റു പലതിലും മുഴുകുന്നൊരു ദിവസമായി അത് മാറുമായിരുന്നു. വേറൊരു റിവായത്തിൽ ഇബ്നു ഖയ്യിം റഹിമഹു കൊടുക്കാൻ വറവാഹു ഫിൽ മുവത്ത വസഹഹഹു അത്തിർമിദി അയ്ളൻ ബിലഫ്ള് ഖൈറു യൗമിൻ ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുംഅ. സൂര്യൻ ഉദിക്കുന്നതിൽ ഏറ്റവും ഖൈറായിട്ടുള്ള ദിവസം വെള്ളിയാഴ്ചയാണ്. ഫീഹി ഖുലിഖ ആദം, അന്നാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി ഉഹ്ബിത, അന്നാണ് ആദം നബി അലൈഹി ഇസ്ലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. വഫീഹി തീബ അലൈഹി, അന്നേ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി ആദം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് തൗബ സ്വീകരിക്കപ്പെട്ടത്. വഫീഹി മാറ്റ, വെള്ളിയാഴ്ച ദിവസമാണ് ആദം നബി അലൈഹി ഇസ്ലാം മരണപ്പെട്ടത്. വഫീഹി തഖൂമു സ്സാഅ, ആ ദിവസമാണ് അന്ത്യനാൾ സംഭവിക്കുക. വമാ മിൻ ദാബത്തിൻ ഇല്ലാ വഹിയ മുസീഖത്തുൻ യൗമൽ ജുംഅ മിൻ ഹീനി തുസ്ബിഹു ഹത്താ തത്ലുഅ അശംസു ശഫഖൻ മിന സ്സാഅതി ഇല്ലൽ ജിന്നു വൽ ഇൻസ്. ഒരു ജന്തുവില്ല ആ ഒരു മുറവിളി കൂട്ടാതെ ഭയമുണ്ടാകാതെ വെള്ളിയാഴ്ച ആ ദിവസം സൂര്യൻ അസ്തമിക്കുന്നത് വരെ ആ വെള്ളിയാഴ്ച ദിവസം അവസാനിക്കുന്നത് വരെ അന്ത്യനാളിനെ കുറിച്ചുള്ള ഭയം കാരണത്താൽ പേടി കൊള്ളാതെ വിറകൊള്ളാതെ ഒരു ജീവിയുമില്ല ഇല്ലൽ ജിന്ന വല്ലിൻസ്, ജിന്നു മനുഷ്യനൊഴികെ. ജിന്നു മനുഷ്യനും യാതൊരു കഥയില്ലാതെ ആ ദിവസത്തിൽ കഴിഞ്ഞു പോകും. പക്ഷെ ബാക്കിയുള്ള ജന്തു ജീവജാലങ്ങളെല്ലാം ഭയപ്പെടും. വഫീഹി സാഅത്തുൻ, ആ ദിവസത്തിൽ ഒരു സമയമുണ്ട്. ലാ യുസാദിഫുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ യുസല്ലി യസ്അലുല്ലാഹ ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാഹു. ആ ദിവസത്തിൽ ഒരു സമയമുണ്ട്. ആ സമയത്തൊരടിമ അള്ളാഹുവിനോട്, ഒരു മുസ്ലിമായിട്ടുള്ള അടിമ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനത് നൽകുന്നതാണ്. വഹു യുസല്ലി, അവൻ നിസ്കാരത്തിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചോദിച്ചാൽ അള്ളാഹു നൽകുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കി, എന്തൊക്കെ ശ്രേഷ്ഠതയുണ്ട്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അവൻ്റെ അവസാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ട, പരിഗണിക്കേണ്ട, നാം ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട പ്രാധാന്യമുള്ളൊരു ദിവസമാണ് യൗമുൽ ജുമുഅ. നമ്മളിപ്പോൾ യൗമുൽ ജുമുഅയിലാണ്. യൗമുൽ ജുമുഅയുടെ രാത്രിയാണ് നമ്മളുള്ളത്. അറബിയിൽ ദിവസം തുടങ്ങുന്നത് എപ്പോഴാണ്? മഗ്രിബിനാണ്. ഇന്ന് മഗ്രിബ് ആകുന്നതോടുകൂടി എന്തായി? വെള്ളിയാഴ്ചയുടെ രാത്രിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നാളെ മഗ്രിബ് ആകുമ്പോൾ വെള്ളിയാഴ്ച ദിവസം അവസാനിക്കുകയാണ്. ആ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട അമലുകളുണ്ട്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, അത് ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഫദ്ല് മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിൽ പോലും പറഞ്ഞിട്ടുണ്ട്. തൗറാത്തിൽ വരെ വന്നിട്ടുള്ള കാര്യമാണ്. ഒരു റിവായത്ത് പറയാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ, ഖാല കഅബുൽ അഹ്ബാർ, ഇപ്പം നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്, ആ സമയത്ത്